ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ വന്ദന ശ്യാമയോട് പറയാണ്, അഖിലാണെങ്കിൽ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ബൈക്കിലേക്ക് കയറ്റി എന്നിട്ടൊരു കത്തിച്ച് വിടലായിരുന്നുവെന്ന്. അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് വിഷമമാകുന്നുണ്ട്. വീണ്ടുമാണെങ്കിൽ വന്ദന പറയുകയാണ്, അതുപോലെ ലൈബ്രറിയിൽ വെച്ച് ഒരു കാര്യമുണ്ടായിരുന്നുവെന്ന്. വന്ദന അങ്ങനെ പറഞ്ഞിട്ട് വിഷയം മാറ്റുന്നു. ശ്യാമയോട് പറയാണ് നമുക്ക് പഠിക്കാമെന്ന്. ശ്യാമ അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് ലൈബ്രറി വെച്ച് എന്താണ് നടന്നതെന്ന്. വന്ദന അപ്പോൾ പറയണം, ലൈബ്രറിയിൽ വെച്ച് പഴംപൊരിയുമായിട്ട് അഖിൽ വന്നെന്ന്, എന്ത് വേണമെന്ന് പറഞ്ഞാലും വാങ്ങിയിട്ട് വരുമെന്നൊക്കെ പറയുന്നു. അഖിലിനാണെങ്കിൽ എല്ലാത്തിനും നല്ല കോൺഫിഡൻസ് ആണ്. ശ്യാമയ്ക്കും അതുപോലെ നല്ല കോൺഫിഡൻസ് വേണം, നമുക്ക് പഠിക്കാമെന്നൊക്കെ പറയുന്നു. പക്ഷേ ശ്യാമയുടെ മൂഡ് മൊത്തം പോവുകയാണ്. പഠിക്കാനൊന്നും ശ്യാമയ്ക്ക് പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് വിസ്മയാണ്. വിസ്മയാണെങ്കിൽ അമ്മയോട് സങ്കടം പറയുകയാണ്. ശ്യാമയാണെങ്കിൽ ഇപ്പോൾ പാട്ട് പാടാനേ വരുന്നില്ല, അവളെ ഇനി എത്ര വിളിച്ചാലും വരത്തില്ല. അവളുടെ വിവാഹം കഴിഞ്ഞതോടുകൂടി അവൾക്ക് നമ്മളെ പേടിയില്ലാതായി. അതുമാത്രമല്ല, അഖിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ദൈവവും അവളുടെ കൂടെയാണ്. വിസ്മയുടെ അമ്മ അപ്പോൾ പറയണം, ദൈവത്തെ പോലും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റും, ഇത്രയും കാലം ശ്യാമ പാട്ട് പാടിയപ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് വിസ്മയെ അമ്മ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ശ്യാമയാണെങ്കിൽ റൂമിൽ വെച്ച് കൃഷ്ണനോട് പരാതി പറയാണ്. വന്ദന പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്താണ് പരാതി പറയുന്നത്. അഖിൽ സാറിന് ഭാര്യയായിട്ട് ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വേറൊരാൾക്ക് പഴംപൊരിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്? എന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ പോലും അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അഖിൽ അവിടോട്ട് വരുന്നുണ്ട്. അഖിലാണെങ്കിൽ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. അഖിലിനോടാണെങ്കിൽ ശ്യാമ അപ്പോൾ ചോദിക്കുകയാണ്, പഴംപൊരിയൊക്കെ വാങ്ങിക്കൊടുത്തോ ടീച്ചർക്കെന്ന്. ബൈക്കിൽ യാത്ര ചെയ്ത കാര്യവും ചോദിക്കുകയാണ്. അഖിൽ അപ്പോൾ പറയാണ്, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. ആ സമയത്ത് വന്ദന റൂമിലേക്ക് വരുന്നു. അഖിലാണെങ്കിൽ വന്ദനയോട് ചോദിക്കുകയാണ് ശ്യാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ശ്യാമയാണെങ്കിൽ ഒന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഇടയിൽ കയറുന്നുണ്ട്. പക്ഷേ അഖിൽ സമ്മതിക്കുന്നില്ല. അഖിലാണെങ്കിൽ ഇപ്പോൾ തന്നെ അറിയണമെന്ന് പറയുന്നു. അഖിൽ ചോദിക്കുകയാണ്, ഞാൻ എപ്പോഴാണ് തന്നെ ബൈക്കിൽ കൊണ്ടുപോയത്, അതുപോലെ എപ്പോഴാണ് തനിക്ക് പഴംപൊരി വാങ്ങി തന്നതെന്നൊക്കെ. അപ്പോൾ വന്ദന പറയാണ്, അത് കോളേജിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ, അങ്ങനെ പറഞ്ഞതാണെന്ന്. ശ്യാമ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മുൻപ് അങ്ങനെയല്ലല്ലോ സംസാരിച്ചതെന്ന്. വന്ദന പോയി കഴിഞ്ഞിട്ട് ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട്, ടീച്ചർ കാര്യമായിട്ടാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അഖിൽ പറയാണ്, താനാണെങ്കിൽ ഒരുപാട് പാവമാണ്, അതുകൊണ്ടാണ് ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ശ്യാമയാണ്. അങ്ങനെ പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ ശ്യാമ പറയാണ്, എനിക്ക് എൻ്റെ കണ്ണുകൾ നിറയുന്നു എന്ന്. ടീച്ചർ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചതെന്നൊക്കെ പറയുന്നു. അഖിൽ പറയാണ്, എനിക്ക് പഴംപൊരി വാങ്ങിക്കൊടുക്കാൻ ഈ ലോകത്ത് ഒരേ ഒരാളുള്ളൂ, അത് താനാണെന്ന് പറഞ്ഞിട്ട് പഴംപൊരി വാങ്ങിയിട്ട് വന്നത് ശ്യാമയ്ക്ക് കൊടുക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിക്കുന്നു. പിന്നീട് ഐശ്വര്യ വന്ദനയുടെ റൂമിൽ ചെല്ലുന്നു. വന്ദന അപ്പോൾ പറയണം, ഞാൻ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എൻ്റെയും അഖിലിൻ്റെയും ഫോട്ടോയാണെങ്കിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെന്ന്. അഖിൽ വന്ദനയ്ക്ക് റോസാപ്പൂ കൊടുക്കുന്ന ഫോട്ടോയാണ് ഫോട്ടോഷോപ്പിൽ റെഡിയാക്കിയിരിക്കുന്നത്. ഈ ഫോട്ടോ കാണിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് ശ്യാമയെ തെറ്റിദ്ധരിപ്പിക്കണം, അത് ഐശ്വര്യയല്ല ചെയ്യേണ്ടത്, അമൃതയാണെന്ന് പറയുന്നു. ഐശ്വര്യയ്ക്കാണെങ്കിൽ ഈ പ്ലാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഐശ്വര്യ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പോകുന്നു. ഐശ്വര്യയാണെങ്കിൽ അതിനുശേഷം അമൃതേട്ടത്തിയുടെ അടുത്ത് ചെല്ലുന്നു. അമൃതേട്ടത്തിയോട് പറയാണ്, ഈ വീട് ആനന്ദ നിലയമല്ല, അത്ഭുത നിലയമാണ്, ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നു. അഖിലാണെങ്കിൽ എല്ലാവരെയും മുന്നിൽ ഭയങ്കര നല്ലവനാണ്, പക്ഷേ ട്രെയിനിങ്ങിനായിട്ട് കൊണ്ടുവന്ന വന്ദന കാമുകിയാണെന്ന് പറയുന്നു. അമൃതേട്ടത്തിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു, അടിക്കാൻ ചെല്ലുന്നു. ഐശ്വര്യ അപ്പോൾ പറയണം, എന്നെ അടിക്കാൻ വന്നിട്ടൊന്നും കാര്യമില്ല, ശ്യാമയാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ പൊട്ടിയായിട്ടിരിക്കുകയാണെന്ന് പറയുന്നു. അമൃത അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഐശ്വര്യ അപ്പോൾ പറയാണ്, ഞാൻ കണ്ണിൽ കണ്ടതാണ്, അതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് പറയുന്നതെന്ന്. ഐശ്വര്യ പറയാണ്, വന്ദനയാണെങ്കിൽ അഖിലുമായിട്ട് ഒരുമിച്ച് പഠിച്ചതാണ് കോളേജിലെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് അഖിലിൻ്റെ കാമുകിയാണ് വന്ദനയെന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്